students, welcome back to Bosco Campus Vision. This is the 30th lecture on Business Regulatory Framework. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിലെ അടുത്ത റൈറ്റ്സിലോട്ട് നമ്മൾ പോവുകയാണ്, അതായത് കോപ്പി റൈറ്റാണ്. ഓക്കെ, നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനകത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പേറ്റൻറ്റ് ആക്റ്റും അതുപോലെ ട്രേഡ് മാർക്കും എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കോപ്പി റൈറ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. റൈറ്റ് ഈസ് എ ഫോം ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി applicable to certain forms of creative works. വളരെ ക്രിയാത്മകമായിട്ടുള്ള വർക്കുകൾക്ക് മേൽ വരുന്ന റൈറ്റാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും, അതായത് ലിറ്റററി വർക്കുണ്ട്, ഡ്രാമാറ്റിക്കൽ വർക്ക്, മ്യൂസിക്കൽ, ആർട്ടിസ്റ്റിക് ആൻഡ് സിനിമാറ്റോഗ്രഫിക് വർക്ക്സ്, ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടതാണ്. അതെല്ലാം ക്രിയേറ്റീവ് വർക്ക്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകളുടെ മേൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അവകാശമാണ്. അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതോ ഒക്കെ അതുമായി ബന്ധപ്പെട്ടത്. ഇപ്പം കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ഒരു ലിറ്റററി വർക്കാണെന്നുണ്ടെങ്കിൽ അത് ഏതൊരു ഓതറാണോ അത് എഴുതിയിരിക്കുന്നത് ആ വ്യക്തിക്ക് മേൽ മാത്രമായിട്ട് നിൽക്കുന്ന അവകാശമാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മാത്രമേ അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള റൈറ്റാണ് കോപ്പി റൈറ്റ്. കോപ്പി റൈറ്റ് എക്സ്റ്റെൻഡ്സ് to the authors or the original creator's lifetime until 50 years after his death. In some countries, it is called author's right. The Copyright Act grants a legal right to the creator of an original work, an exclusive right to determine whether and user what conditions this original work may be used by others. അതുപോലെ കോപ്പി റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോപ്പി റൈറ്റ് ആക്റ്റിൽ, അതുപോലെ കോപ്പി റൈറ്റ് ആക്ട് 1957 ആണ് ആക്ട് വരുന്നത്. ഈ ഒരു ആക്ട് അമെൻഡ് ചെയ്തത് 2012 ഓക്കെ, ഭേദഗതി ചെയ്തത് 2012 ഈ ഒരു കോപ്പി റൈറ്റ് ആക്ട് 1957 പ്രകാരം ഒറിജിനൽ വർക്ക് ഏത് വ്യക്തിയാണോ ചെയ്തിരിക്കുന്നത്, അത് ക്രിയേറ്റർ ആരാണോ ആ വ്യക്തിക്ക് മാത്രമായിട്ട് ചില ലീഗൽ റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ആ വ്യക്തിക്ക് തീരുമാനിക്കാം ഈ ഒരു വർക്ക് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് കൊടുക്കണോ, അല്ലെങ്കിൽ അവർക്കത് വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത് ഏത് കണ്ടീഷനിലൊക്കെ അത് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അത് ഒറിജിനൽ വർക്ക് ചെയ്ത ക്രിയേറ്ററിനാണ് അതിനുള്ള അവകാശം വരുന്നത്. കോപ്പി റൈറ്റിൻ്റെ ഫീച്ചേഴ്സ് ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അതായത് നമുക്കറിയാം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം തന്നെ അതായത് ഒരു വ്യക്തിയുടെ ഇൻ്റലക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ലിറ്റററി, ഡ്രാമാറ്റിക്കൽ, മ്യൂസിക്കൽ, ആർട്ടിസ്റ്റിക്, ദെൻ സിനിമാറ്റോഗ്രഫിക് വർക്ക്സ്, ഇതെല്ലാം വരുന്നതാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്റ്റ്, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. സെക്കൻഡ് വൺ, ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി, ബിക്കോസ് വി കനോട്ട് ടച്ച് ഓർ ഫീൽ ഇറ്റ്. ദെൻ തേർഡ് വൺ, മോണോപ്പൊളി റൈറ്റ്, അതായത് ആ ഒരു വ്യക്തിയിൽ മേൽ നിക്ഷിപ്തമായിട്ട് വരുന്നത് ആ വ്യക്തിക്ക് മാത്രമേ ഉപയോഗിക്കാനും എല്ലാം പറ്റത്തുള്ളൂ. So, copyright is a monopoly right prohibiting others from exercising that right. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് തടയുകയാണ്. അതുകൊണ്ട് ഇതൊരു മോണോപ്പൊളി റൈറ്റാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ടൈം ലിമിറ്റ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ആ കാലയളവിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിൾ ആണ്. അതായത് ലൈസൻസിങ് ഒക്കെ പോലെ കോപ്പിറൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെഗറ്റീവ് റൈറ്റ് ആണ് ഈ ഒരു കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അതായത് കോപ്പിറൈറ്റ് വർക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവർ അത് ചെയ്യുന്നതിൽ നിന്നും അവരെ തടയുകയാണ്. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് റൈറ്റ്. എക്സ്പ്ലനേഷൻസ് ആണ്. ഫോം ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. A copyright is a form of intellectual property as the product for which the right granted is the result of utilization and investment of intellect.
ഭൗതികപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവ് അദ്ദേഹം പരമാവധി അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാണ്. സോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. Then second, intangible property. Like any other type of intellectual property, copyright is an intangible property. We cannot touch or feel it. Then monopoly right ആണത്. അതായത് മറ്റുള്ളവർ ഇത് എക്സസൈസ് ചെയ്യുന്നതിൽ നിന്നും പ്രോഹിബിറ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു റൈറ്റാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ശരിക്കുള്ള ഓണറിന് മാത്രമേ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഓണറിന് മാത്രമേ ആ ഒരു വർക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു ആക്ട് പ്രകാരം അതിൻ്റെ ഓണറിന് മാത്രമായിട്ട് വരുന്ന അവകാശമാണ്. സോ ഇറ്റ് ഈസ് എ മോണോപ്പൊളി റൈറ്റ്. നെക്സ്റ്റ്, ടൈം ലിമിറ്റ്. കോപ്പിറൈറ്റ് ലാസ്റ്റ് ഓൺലി ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. ദ ഹോൾഡർ കനോട്ട് ഓൺ ഇറ്റ് ഇൻഡെഫിനിറ്റ്ലി. ഇത് പർട്ടിക്കുലർ ടൈം പീരീഡ് വരെ അതിന് ഒരു വ്യക്തിക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് അത് സ്വന്തം ഓണർ തന്നെ, അദ്ദേഹത്തിന് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വരെ കോപ്പിറൈറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ടൈം ലിമിറ്റ് അതിനുണ്ട്. കോപ്പിറൈറ്റിന് ടൈം ലിമിറ്റ് ഉണ്ട്. ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിൾ. കോപ്പിറൈറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ത്രൂ അസൈൻമെൻറ്റ് ഓർ ലൈസൻസിങ്. കോപ്പിറൈറ്റ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഓതർ അത് വില്ലിങ് ആണെങ്കിൽ. അതായത് ലൈസൻസിങ് ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ട്രാൻസ്ഫറബിൾ ചെയ്യാൻ പറ്റുന്നതാണ് കോപ്പിറൈറ്റ്. ദെൻ സിക്സ്ത് വൺ നെഗറ്റീവ് റൈറ്റ് ആണ്. അതായത് മറ്റുള്ളവരെ പ്രോഹിബിറ്റ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതായത് അൺഓതറൈസ്ഡ് യൂസ് ചെയ്യുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടയുകയാണ്. അതായത് ഒരു കോപ്പിറൈറ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് അൺഓതറൈസ്ഡ് യൂസ് ചെയ്യുന്ന ആരെയും നമുക്ക് തടയുവാൻ സാധിക്കും. സോ അതുകൊണ്ട് ഒരു നെഗറ്റീവ് റൈറ്റാണ്, പ്രോഹിബിറ്റ് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ. ഇത്രയുമാണ് കോപ്പിറൈറ്റിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ. കോപ്പിറൈറ്റ് ആക്ട് എന്നാണെന്നാണ് പറഞ്ഞത്. കോപ്പിറൈറ്റ് ആക്ട് 1957 ആണ് കോപ്പിറൈറ്റ് ആക്ട്. അതുപോലെ ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അമെൻമെൻറ്റ് നടന്ന വർഷം എന്ന് പറയുന്നത് 2012